നിങ്ങൾക്ക് 30 വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ 30 വയസ്സ് ആവാൻ പോവുകയാണ് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നന്നായിരിക്കും. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 30 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന 10 ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ്. 30 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ആദ്യത്തെ ആരോഗ്യ പ്രശ്നം അത് മസിൽ ലോസ് ആണ്. 30 വയസ്സ് കഴിഞ്ഞ് ഓരോ 10 വർഷം കൂടുമ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും 3 മുതൽ 5% മസിൽസ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് അധികം ശരീരം അനക്കാതെ എക്സസൈസ് ഒന്നും ചെയ്യാതെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മസിൽ ലോസ് 3 മുതൽ 5% നിൽക്കില്ല. അത് 10 മുതൽ 15% വരെ ആവാനുള്ള സാധ്യതയുണ്ട്. ഓരോ 10 വർഷം കൂടുമ്പോഴും 10% 15% മസിൽസ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഞാനൊന്നും പറയേണ്ടത് അല്ലെ. ഇനി 30 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന രണ്ടാമത്തെ പ്രശ്നം അത് ബോൺ ഡെൻസിറ്റി ഡിക്ലൈൻ ആണ്. അതായത് നിങ്ങളുടെ എല്ലുകളുടെ സാന്ദ്രത കുറഞ്ഞു വരുന്നു. സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള രോഗങ്ങളിലൊക്കെ എത്താറുണ്ട്. നിങ്ങൾ ചെറുതായിട്ടൊന്ന് തെന്നി വീണാൽ പോലും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇഞ്ചുറീസ് വളരെ വലുതായിരിക്കും. ഇനി 30 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന മൂന്നാമത്തെ പ്രശ്നം അത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. സാധാരണയായി ഹോർമോണൽ ചേഞ്ചസ് നമ്മൾ പറയുക സ്ത്രീകൾക്കാണല്ലേ, പക്ഷേ 30 വയസ്സ് കഴിഞ്ഞാൽ പുരുഷന്മാരിലും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. സ്ത്രീകളിൽ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ഹോർമോണിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകളും ഒരു പരിധിവരെ മസിൽ ലോസിനും കാരണമാവുന്നുണ്ട്. ഇനി 30 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന നാലാമത്തെ ആരോഗ്യ പ്രശ്നം അത് ജോയിന്റ് പെയിൻ ആണ്. ജോയിൻസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ജോയിൻസിൽ കാർട്ടിലേജും ഉണ്ട്, ഫ്ലൂയിഡും ഉണ്ട്. ഈ കാർട്ടിലേജിന് തേയ്മാനം സംഭവിക്കുകയും ഫ്ലൂയിഡിന്റെ അളവ് കുറയുകയും ചെയ്യുമ്പോൾ ജോയിൻസിൽ നമുക്ക് പെയിൻ അനുഭവപ്പെടുന്നു. ഇത് പതുക്കെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള രോഗത്തിലേക്കൊക്കെ എത്താറുണ്ട്. 30 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അഞ്ചാമത്തെ ആരോഗ്യ പ്രശ്നം അത് ഡൈജസ്റ്റീവ് ചേഞ്ചസ് ആണ്. നമ്മൾ 20കളിലോ 25കളിലോ കഴിക്കുന്ന പല ആഹാരങ്ങളും നമുക്ക് 30 വയസ്സിലോ അല്ലെങ്കിൽ 35 വയസ്സിലോ കഴിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ബ്ലോട്ടിംഗ്, കോൺസ്റ്റിപ്പേഷൻ, ഫുഡ് ഇൻടോളറൻസ് പോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി 30 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ആറാമത്തെ പ്രശ്നം അത് മെറ്റബോളിക് സ്ലോ ഡൗൺ ആണ്. മെറ്റബോളിക് സ്ലോ ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 5 ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ്. നമുക്ക് മസിൽ ആവശ്യത്തിന് ഇല്ലാതിരിക്കുക, നമ്മുടെ ജോയിന്റ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാതിരിക്കുക, എല്ലുകളുടെ സാന്ദ്രത കുറയുക, ഹോർമോൺ ചേഞ്ചസ് സംഭവിക്കുക, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഊർജത്തിന്റെ ഉൽപാദനവും അത് ചെലവഴിക്കുന്ന രീതിയും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 20 25 വയസ്സിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജമല്ല നമുക്ക് 30 35 വയസ്സിൽ വേണ്ടത്. BMR എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജത്തിന്റെ അളവാണ്. അപ്പോൾ 30 വയസ്സ് കഴിഞ്ഞാൽ ഇത് കുറഞ്ഞു വരും. അതായത് നിങ്ങൾ 20 25 വയസ്സിൽ കഴിക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം തടിച്ചു വരും. അതായത് നിങ്ങൾ ഒബീസ് ആയിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ, നിങ്ങൾ 20 25 നിങ്ങൾക്ക് വേണ്ട അത്ര ഊർജം നിങ്ങൾക്ക് 30 35 വയസ്സിൽ ആവശ്യമില്ല. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ആഹാരം കഴിക്കുക. ഇനി 30 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഏഴാമത്തെ പ്രശ്നം അത് കുറച്ച് വലിയ പ്രശ്നമാണ്. കാരണം അത് സ്കിൻ ചേഞ്ചസ് ആണ്. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനും അതിൽ ചുളിവുകൾ വീഴാതിരിക്കാനും പിന്നെ അതിന്റെ ഇലാസ്റ്റിസിറ്റി കാത്തു സൂക്ഷിക്കാനും നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അതിന്റെ പേരാണ് കൊളേജൻ. ഈ കൊളേജൻ എന്ന പ്രോട്ടീനിന്റെ ഉൽപാദനം കുറയുന്നു, ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താ സംഭവിക്കാന്ന്. ഇനി 30 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന എട്ടാമത്തെ ആരോഗ്യ പ്രശ്നം അത് സ്ലീപ്പ് ചേഞ്ചസ് ആണ്. നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ ഉറങ്ങുന്നത് വളരെ ഇഷ്ടമായിരിക്കും അല്ലെ. എന്നാൽ 30 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സ്ലീപ്പ് ക്വാളിറ്റി കുറയും. ഡീപ്പ് സ്ലീപ്പിലൊക്കെ നിങ്ങൾ പോകുന്നത് വളരെ അപൂർവമായിരിക്കും. ഈ സ്ലീപ്പ് ക്വാളിറ്റി കുറയുന്നതിലും ഞാൻ നേരത്തെ പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ കാരണമാകാറുണ്ട്. ജോയിന്റ് പെയിൻ, മസിൽ ലോസ്, പിന്നെ ബോൺ ഡെൻസിറ്റി കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഹോർമോൺ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ
സ്ലീപ്പ് ക്വാളിറ്റി കുറയാൻ സാധ്യതയുണ്ട്. ഇനി 30 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന 9ാമത്തെ പ്രശ്നം അത് ക്രോണിക് കണ്ടീഷൻസ് ആണ്. ക്രോണിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷർ, ടൈപ്പ് 2 ഡയബറ്റീസ്, ഹൈ കൊളസ്ട്രോൾ ലെവൽ എന്നിങ്ങനെയുള്ള 3 പ്രശ്നങ്ങൾ. അത് എല്ലാവർക്കും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 30 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഓരോ 6 മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ പ്രതിവർഷം ഇതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി 30 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന 10ാമത്തെ പ്രശ്നം അതെന്താന്ന് വെച്ചാൽ മെന്റൽ ആൻഡ് ഇമോഷണൽ ഷിഫ്റ്റ് ആണ്. 30 എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ നമ്പർ അല്ലേ. ചിലപ്പോൾ 30 വയസ്സിലായിരിക്കും നിങ്ങൾ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവുന്നത്, അത് അല്ലെങ്കിൽ നിങ്ങൾ കരിയറിൽ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയൊക്കെ വിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തീരുമാനിക്കുന്നത്, ബിസിനസ് തുടങ്ങുന്നത്, അതും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അച്ഛനോ അമ്മയോ അമ്മമ്മയോ ഒക്കെ നിങ്ങളെ വിട്ടുപോകുന്നതും ഈ സമയത്തായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള പല മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും കൂടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? പറയണ്ടല്ലോ അല്ലേ. അപ്പൊ ഈ 10 ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ 10 ആരോഗ്യ പ്രശ്നങ്ങളും ടാക്കിൾ ചെയ്യാനുള്ള കുറച്ച് ട്രിക്സിനെ പറ്റിയിട്ട് സംസാരിക്കാം. അതുവരെക്കും ബൈ.